ലോർഡ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയ KL രാഹുൽ സ്വന്തമാക്കിയത് ചരിത്ര നേട്ടമാണ്. ക്രിക്കറ്റിന്റെ ഹോം എന്നറിയപ്പെടുന്ന ലോർഡ്സിൽ ഒന്നിലധികം സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമായി KL രാഹുൽ മാറി. 3 സെഞ്ചുറികൾ നേടിയ ദിലീപ് വെങ് സർക്കാരാണ് ഈ നേട്ടം നേരത്തെ കൈവരിച്ച ഇന്ത്യൻ താരം. ലോർഡ്സിൽ 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഏഷ്യൻ ഓപ്പണർ എന്ന റെക്കോർഡും KL രാഹുൽ സ്വന്തമാക്കി. 2021 ലോർഡ്സിൽ KL രാഹുൽ തന്റെ ആദ്യ സെഞ്ചുറി നേടിയത്. രാഹുലിന്റെ സെഞ്ചുറിയുടെ ബലത്തിൽ അന്ന് 364 റൺസ് ഇന്ത്യ സ്കോർ ചെയ്തിരുന്നു. 272 റൺസ് വിജയലക്ഷ്യം പ്രതിരോധിച്ച് 151 റൺസിന്റെ വിജയവും ഇന്ത്യൻ ടീം സ്വന്തമാക്കി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ ഉടനെ KL രാഹുൽ പുറത്തായത് ഇന്ത്യൻ ആരാധകരെ നിരാശപ്പെടുത്തി. രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ 145-3 എന്ന നിലയിലായിരുന്ന ഇന്ത്യയെ ഋഷഭ് പന്തും KL രാഹുലും ചേർന്നാണ് മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയത്. മൂന്നാം ദിനം തുടക്കത്തിലൊന്നും ഇന്ത്യക്ക് വിക്കറ്റ് നഷ്ടമായില്ല. 4ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 141 റൺസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കൈക്ക് പരിക്കേറ്റ ഋഷഭ് പന്ത് ഇന്ത്യക്കായി മികച്ച പോരാട്ടം തന്നെ കാഴ്ചവെച്ചു. എന്നാൽ ലഞ്ചിന് തൊട്ടു മുമ്പ് ഋഷഭ് പന്ത് റണ്ണൌട്ടായത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറി. 112 പന്തിൽ 8 ബൗണ്ടറികളും 2 സിക്സറുകളും സഹിതം 74 റൺസാണ് പന്ത് നേടിയത്. ലഞ്ചിന് മുമ്പ് അനാവശ്യ റണ്ണിനായി ഓടി റിസ്ക് എടുത്തതാണ് പന്ത് പുറത്താക്കാൻ കാരണമായത്. കിടിലൻ ഡയറക്റ്റ് ത്രോയിലൂടെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ആണ് പന്തിനെ പുറത്താക്കിയത്. അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് പന്തിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുമായിരുന്നില്ല. പന്ത് ഔട്ടായ ഉടനെ ലഞ്ച് ബ്രേക്ക് ആരംഭിക്കുകയും ചെയ്തു. ഈ സമയത്ത് 98 റൺസ് നേടി പുറത്താകാതെ നിൽക്കുകയായിരുന്നു KL രാഹുൽ. ലഞ്ച് കഴിഞ്ഞ് ബാറ്റിംഗ് ആരംഭിച്ച KL രാഹുൽ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ ഷൊയ്ബ് ബഷീറിന്റെ പന്തിൽ ഹാരി ബ്രൂക്കിന് ക്യാച്ച് സമ്മാനിച്ച് KL രാഹുൽ മടങ്ങിയതോടെ ഇന്ത്യ 5ന് 254 എന്ന നിലയിലായി. 177 പന്തിൽ 100 റൺസാണ് രാഹുൽ നേടിയത്. പരമ്പരയിൽ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് KL രാഹുൽ കാഴ്ചവെക്കുന്നത്. ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ 42 റൺസും രണ്ടാം ഇന്നിംഗ്സിൽ 137 റൺസുമാണ് KL രാഹുൽ നേടിയത്. ബർമിംഗ്ഹാമിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ രാഹുൽ 2 റൺസ് എടുത്ത് പുറത്തായി. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ രാഹുൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ലീഡ് നേടാൻ കഴിയുമോ അതോ ലീഡ് വഴങ്ങുമോ എന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. ആദ്യ ഇന്നിംഗ്സിലെ ലീഡ് ലോർഡ്സ് ടെസ്റ്റിന്റെ ഫലത്തെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ 387 റൺസാണ് നേടിയത്. സെഞ്ചുറി നേടിയ ജോ റൂട്ടും അർദ്ധ സെഞ്ചുറി നേടിയ ജാമി സ്മിത്തും ബ്രൈഡൻ കാഴ്സുമാണ് ഇംഗ്ലണ്ട് നിരയിൽ തിളങ്ങിയത്. 199 പന്തിൽ 104 റൺസ് നേടിയാണ് ജോ റൂട്ട് പുറത്തായത്. 271-ന് 7 വിക്കറ്റുകൾ നഷ്ടമായ ഇംഗ്ലണ്ടിനെ ജാമി സ്മിത്തിന്റെയും ബ്രൈഡൻ കാഴ്സിന്റെയും ചെറുത്തുനിൽപ്പാണ് കരകയറ്റിയത്. ഇന്ത്യക്കായി ജസ്പ്രീത് ബുംറ 5 വിക്കറ്റുകൾ നേടി. മുഹമ്മദ് സിറാജും നിതീഷ് കുമാർ റെഡ്ഡിയും 2 വിക്കറ്റുകൾ വീതം നേടി ബുംറയ്ക്ക് മികച്ച പിന്തുണ നൽകി. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും രണ്ടാം മത്സരത്തിൽ ഇന്ത്യയും വിജയിച്ചതോടെ പരമ്പര 1-1 സമനിലയിൽ നിൽക്കുകയാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.